ഇന്നത്തെ അറിയിപ്പുകൾ. കേരളം വിധി എഴുതാൻ ഇനി മണിക്കൂറുകൾ മാത്രം. വോട്ട് ചെയ്യാനെത്തുന്നവർ തിരിച്ചറിയൽ രേഖ കയ്യിൽ കരുതണം. തിരിച്ചറിയൽ കാർഡ് കൈവശമില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച മറ്റ് 11 അംഗീകൃത രേഖകളിലൊന്ന് ഉപയോഗിച്ച് വോട്ട് രേഖപ്പെടുത്താം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ച തിരിച്ചറിയൽ കാർഡാണ് വോട്ടർമാർ കയ്യിൽ കരുതേണ്ടത്. എന്നാൽ ഇത് കൈവശമില്ലാത്തവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശപ്രകാരം പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, കേന്ദ്ര സംസ്ഥാന ജീവനക്കാർക്കും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും നൽകുന്ന ഫോട്ടോ പതിച്ച ID കാർഡ്, ബാങ്ക്, പോസ്റ്റ് ഓഫീസ് നൽകുന്ന ഫോട്ടോ സഹിതമുള്ള പാസ്ബുക്കുകൾ, പാൻ കാർഡ്, ദേശീയ ജനസംഖ്യ രജിസ്റ്ററിന് കീഴിൽ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ നൽകുന്ന സ്മാർട്ട് കാർഡ്, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ജോബ് കാർഡ്, തൊഴിൽ മന്ത്രാലയത്തിന്റെ ആരോഗ്യ ഇൻഷുറൻസ് സ്മാർട്ട് കാർഡ്, ഫോട്ടോ സഹിതമുള്ള പെൻഷൻ രേഖ, പാർലമെന്റ് അംഗങ്ങൾ, നിയമസഭാ അംഗങ്ങൾ, ലെജിസ്ലേറ്റീവ് കൌൺസിൽ അംഗങ്ങൾ എന്നിവർക്ക് നൽകുന്ന ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡുകൾ, ആധാർ കാർഡ് എന്നിങ്ങനെയുള്ള രേഖകൾ വോട്ട് ചെയ്യുന്നതിനായി വിനിയോഗിക്കാം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. പൊതുമേഖലാ ബാങ്കായ ബാങ്ക് ഓഫ് ബറോഡയിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 104 ഒഴിവുകളാണുള്ളത്. വെൽത്ത് മാനേജ്മെന്റ് സർവീസസ് വകുപ്പിലാണ് ഒഴിവുകൾ. കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം നടത്തുക. ബംഗളൂരു, ചെന്നൈ, കൊൽക്കത്ത, മുംബൈ, ഡൽഹി, പൂനെ തുടങ്ങി വിവിധ കേന്ദ്രങ്ങളിലേക്കാണ് നിയമനം. 5 വർഷത്തേക്കാണ് കരാർ. പിന്നീട് ആവശ്യമെങ്കിൽ നീട്ടി നൽകും. പ്രവൃത്തി പരിചയവും അവസാനം വാങ്ങിയ ശമ്പളവും കണക്കിലെടുത്താണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നവരുടെ ശമ്പളം നിശ്ചയിക്കുക. അപേക്ഷകൾ ഏപ്രിൽ 16 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.